ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്കൊരു സ്ഥലം വരെ പോയി വരാം കേട്ടോ. ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഞാൻ ഈ യാത്ര ചെയ്യുന്നത്. കാരണം യൂട്യൂബിലെ എൻ്റെ കട്ട സപ്പോർട്ടേഴ്സായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിനെ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ കോട്ടക്കുന്നിലാണ് കേട്ടോ ഞങ്ങൾ മീറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ ഞങ്ങളവിടെ വന്ന് ബസ് ഇറങ്ങി കോട്ടക്കുന്നിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് മുമ്പേ ടീച്ചറും മണിയേട്ടനും ഒക്കെ അവിടെ എത്തിയിട്ടോ. അവരാണ് എന്നെ കാണാൻ വരുന്നത്. പാലക്കാട് നിന്നാണ്, മണ്ണാർക്കാട് അവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ അവർ ഞങ്ങളെ വെയിറ്റ് ചെയ്ത്, ഞങ്ങൾ എത്താൻ വൈകി. അപ്പോൾ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ടെന്ന് എഴുതിയിട്ട് മുകളിലേക്ക് പോയിക്കോളാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയി അവിടെ കയറി പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ. കോട്ടക്കുന്നിലെത്തി ടിക്കറ്റ് കൗണ്ടറിൽ പോയി ടിക്കറ്റ് എടുക്കാൻ പോവാണ്. ടിക്കറ്റൊക്കെ എടുത്ത് കഴിഞ്ഞ് ഇനി അകത്തേക്ക് കയറാൻ പോവാം കേട്ടോ. ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു ബിൽഡിങ്ങൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അവിടെയൊക്കെ പൂക്കളും ചെടികളൊക്കെ ആയിരുന്നു നിറയെ. ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു വേനൽ സമയം ആയതുകൊണ്ടായിരിക്കും അത്ര ചെടികളൊന്നും ഇല്ല. അറിയാമല്ലോ, വെയിലൊക്കെ കൊണ്ട് വാടിയിട്ടുണ്ട്. എന്നാലും നല്ല ഭംഗിയാണ് കാണാൻ. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. നല്ല റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുക. വയ്യാണ്ടായി. സ്റ്റെപ്പുകളാണ്, ഒത്തിരി നിറയെ സ്റ്റെപ്പുകളാണ്. വേണമെങ്കിൽ ഇവിടെയൊക്കെ ഇരുന്നിട്ടൊക്കെ പോവാം. പക്ഷെ അവരവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണല്ലോ എന്നുള്ളൊരു ചിന്ത കൊണ്ട് ഓടി ഓടി കയറി പോവാണ്. ഇതൊന്നും ശരിക്ക് ഇവിടെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് ശരിക്ക്. കാരണം പെട്ടെന്ന് എടുത്ത് പോവാണ് പോണ പോക്കിലെ. സ്റ്റെപ്പ് കയറിയിട്ടാണെങ്കിൽ കിതച്ചിട്ട് വയ്യാന്. പക്ഷേ ഞാൻ പിന്നെ രണ്ടാമത് വോയിസ് കൊടുക്കുകയാണിത്. ഇങ്ങനെ ഈ അത്തിമരങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. അത്തിമരങ്ങൾ മാത്രമല്ല, എന്താ പറയുക, പ്ലാവ്, അങ്ങനെ ഒരുവിധ ഔഷധ സസ്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. സപ്പോട്ട മരം, ചിക്കു എല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ ഈ ഒരു എന്താ പറയുക, ഈ സ്റ്റെപ്പ് ഇട്ട ഈ പാതയുടെ രണ്ട് സൈഡിലുമായിട്ട് അവർ നട്ട് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിനൊക്കെ നോക്കാനും അവിടെ ആൾക്കാരുണ്ട്, നനയ്ക്കാനും അത് കെയർ ചെയ്യാനും ഒക്കെ ആളുകളുണ്ട്. മുളയുണ്ട്, പേരക്കയുണ്ട്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. നന്നായിട്ട് കായ്ക്കുകയും ചെയ്യും ഇതിലൊക്കെ. നല്ലൊരു ഭംഗിയാണ്. അത് നല്ല തണലാണ്. വെയിലായതുകൊണ്ടായിരിക്കും ഇലയൊക്കെ കുറേ പൊഴിഞ്ഞു പോയിട്ട്. അപ്പോൾ അത്രയൊരു ഇതില്ല, തണൽ കുറവാണിപ്പോൾ. എന്നാലും ശരി, നമുക്ക് ആ ഒരു കൊടും ചൂടിൽ നിന്നൊരു ആശ്വാസം കിട്ടും. ഇവിടെയൊക്കെ വന്നിരിക്കാൻ എന്തൊരു ഭംഗിയാണെന്നറിയാം. എന്തൊരു സുഖമാണ് അവിടെയൊക്കെ ഇരിക്കാൻ. ഒത്തിരി പേര് അവിടെയൊക്കെ ഉണ്ട്. രാവിലെയാണ് ഞങ്ങൾ പോയത്. ഒരു 10-10:45 ആയപ്പോൾ അവിടെ എത്തിയതാണ്. അപ്പോൾ അവിടെയൊക്കെ ആ സൈഡിലൂടെ, ഇടത് സൈഡിലേക്കുള്ള ആ ഒരു വഴിയിലൂടെ ഒക്കെ അങ്ങോട്ടൊക്കെ ഇരിക്കാനൊക്കെ ആളുകൾ ഒക്കെ അവിടെ ഇരിക്കാം. ഈ വഴിയിലൂടെ ഒക്കെ പോയാൽ അവിടെയൊക്കെ സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കപ്പിൾസ് ആയാലും ലവേഴ്സ് ആയാലും ഒക്കെ ഉണ്ട്. സംസാരിച്ചിരുന്ന് ആരും ഫ്രീ ആയിട്ട് സംസാരിച്ചിരിക്കാൻ പറ്റും. ആരും ഡിസ്റ്റർബ് ചെയ്യാനൊന്നും വരില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ്. അപ്പോൾ ഞങ്ങളവിടെ എത്തി. സ്റ്റെപ്പ് കയറി കിതച്ചിട്ട് വയ്യ. അങ്ങനെ കയറി വരുക. അപ്പം ഞങ്ങൾ വരുന്നത് ടീച്ചർ വീഡിയോ എടുത്താണിത്. ഇനി സ്റ്റെപ്പൊക്കെ കയറി മുകളിൽ എത്തട്ടെ. നല്ല കുത്തനെയുള്ള സ്റ്റെപ്പാട്ടോ. ഈ ഒരു സ്റ്റെപ്പ് കയറി തീർക്കുക എന്നുള്ളത് തന്നെ ഒരു ടാസ്ക്കാണ്. ഇവിടെയൊക്കെ നല്ല ചെടികൾ ഉണ്ടാവാറുണ്ട്. ഇപ്പം ഇല്ല. മഴയൊക്കെ ആകുമ്പോൾ നല്ല കോസ്മോസ് പൂക്കളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. അങ്ങനെ കയറി ഞങ്ങൾ അവിടെ എത്തി. ടീച്ചറെയും മണിയേട്ടനെയൊക്കെ കണ്ടു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അവരെ ഒന്നും ഇതിൽ ഉൾപ്പെടുത്തണ്ട എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാലും ഉണ്ട്, ലൈവ് ഇട്ടിരുന്നു അവിടെ ചെന്ന സമയത്ത്. അപ്പോൾ ആ ലൈവിലൊക്കെ അവരൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ വീഡിയോയിൽ അങ്ങനെ ഞാൻ ഇട്ടിട്ടില്ല. ബാക്ക് ക്യാം വെച്ചിട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത്രയും സ്റ്റെപ്പുകൾ ഉണ്ടെങ്കിലും സ്റ്റെപ്പൊക്കെ കയറി ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നല്ല നിരന്ന സ്ഥലം കേട്ടോ. നല്ല ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റും. അപ്പോൾ ഇനിയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. നല്ലൊരു എന്താ പറയുക, ഒരു ഗ്രീൻ, ആകെ പച്ച പിടിച്ച് കിടക്കുന്നൊരു അറ്റ്മോസ്ഫിയർ അനുഭവിച്ചറിയുക തന്നെ വേണം. നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അതിന് പറ്റിയൊരു കാലാവസ്ഥയാണ് ഇവിടെ. ഒത്തിരി പേര്, ഇത് രാവിലെ ആയതുകൊണ്ട് ആളുകളൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. ഒരു 2 മണി 3 മണിയൊക്കെ ആകുമ്പോഴേക്കേ ഇവിടെ ആളുകളെ കൊണ്ട് നിറയുള്ളൂ. എല്ലാ കാര്യങ്ങളും നോക്കാനായിട്ട് സെക്യൂരിറ്റിമാരുണ്ട്.
ആ ഗാർഡനൊക്കെ കീപ്പ് ചെയ്ത് നന്നായിട്ട് കൊണ്ടു നടക്കാനുള്ള എന്താ പറയുക പണിക്കാരും എല്ലാം ഉണ്ട്. നല്ല കൊടും വെയിലത്ത് നടന്ന് ക്ഷീണിച്ച് വരുമ്പോൾ ഇങ്ങനൊരു സ്ഥലം കണ്ടാൽ ആരാ അവിടെ കയറിയിരിക്കാത്തുള്ളേ. അപ്പോൾ അതിനൊക്കെ പറ്റിയ ഒരു മണ്ഡപം പോലെയൊക്കെ നല്ല എന്താ പറയുക, നല്ല തണുപ്പാണ് അവിടെ ചെന്ന് ഇരിക്കുമ്പോൾ തന്നെ. അങ്ങനെയുള്ള ഒരുപാടെണ്ണം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ ഉണ്ട്, സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ആളുകൾ ഇരിക്കുന്നുണ്ട്. ഇപ്പം ഈ ഒരു സമയമായതുകൊണ്ടാണ് ഇല്ലാത്തത്. വൈകുന്നേരങ്ങളിലൊക്കെ നന്നായിട്ട് ആൾക്കാർ വരും. ഇത് മലപ്പുറം ടൗണിൻ്റെ ഒരു വ്യൂ ആണ്. കോട്ടക്കുന്നിൻ്റെ മുകൾ ഭാഗത്തെ ഒരു സൈഡിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും. താഴെ ബസ്സൊക്കെ പോകുന്നതും പാലവും പാടവും റോഡും എല്ലാം കൂടെ കാണുന്ന ഒരു സ്ഥലമാണ്. ഇത് നല്ലൊരു വ്യൂ പോയിൻ്റാണ് ഇവിടുന്ന് നോക്കിക്കാണാൻ. അപ്പം അതൊക്കെ കണ്ട് ഞങ്ങൾ വീണ്ടും നടന്നു. ചുറ്റിലും നടന്ന് കാണുവാണ്. കൂടെ സംസാരിക്കുന്നുണ്ട്, പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. മണിയേട്ടനും ടീച്ചറും എന്താ പറയുക സുഹൃത്തെയൊക്കെ ഉണ്ട്, കുട്ടികളുണ്ട്. അവരൊക്കെ നടന്ന് കാണുകയാണ്. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരാളുണ്ട് ടീച്ചറാണ്, മണ്ണാർക്കാട്ടുകാരിയാണ് എന്നൊക്കെ അപ്പോഴാണ് എനിക്ക് ആരാണെന്ന് മനസ്സിലാവുന്നത്. അങ്ങനെയാണ് പിന്നെ ഞാൻ സ്ഥിരം വരാൻ തുടങ്ങിയത്. അങ്ങനെയൊക്കെ തന്നെയാണ് പരിചയമാവുക. ഇതിലെയാണോ വഴി? ഇതിലെ നേരത്തെ വന്നവരൊക്കെ ഇത് മറ്റേ ആല് ആണ്. ആ തന്നെ തന്നെ. ഇതാ ഈ സാധനമൊക്കെ അതിൻ്റെ ഉള്ളത്താ. നിങ്ങൾ പോയിന്? അല്ല 25-ാം തീയതിയോ? ആ അതിന് പോയിനു. അത് ശരി. ഇന്ന് വൈകുന്നേരം എല്ലാത്തിനെയും പറഞ്ഞതാക്കണം, കുത്തണം. ഇല്ലല്ലോ. ആ ഒരു ടേസ്റ്റ് തന്നെ. ഞാൻ എടുക്ക ഇവിടെയൊക്കെ ഞാൻ എടുക്കട്ടെ. കുട്ടികൾ വേണ്ട. ഓക്കേ. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് കുറച്ച് റിലാക്സൊക്കെ ചെയ്ത് വീണ്ടും നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തൂടെ പോകുമ്പോൾ ഇവിടെ മുഴുവനായിട്ടും കുട്ടികൾക്കുള്ള പാർക്കാണ്, കുട്ടികളുടെ പാർക്കാണ്. കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട്. അപ്പോൾ സുഹൃത്തയുടെ മോളൊക്കെ ഓടിക്കയറിയൊക്കെ പോവുകയാണ് അതിൻ്റെ ഉള്ളിലേക്ക്. അത് തുറന്നിട്ടില്ല, ഓപ്പൺ ആക്കിയിട്ടില്ല, വൈകുന്നേരമാണെന്നും പറഞ്ഞിട്ടൊന്നും മക്കൾ കേൾക്കുന്നില്ല. അവർക്കതിൽ കയറി കളിക്കണം. മക്കൾക്ക് ഓടിക്കാൻ പറ്റിയ കാറ് ടൈപ്പ്, പിന്നെ ബോട്ട് കയറി ഇങ്ങനെ കയറിയിട്ട് വെള്ളത്തിലൂടെ പോകുന്ന ആ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ തോണി അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. അതൊക്കെ സെറ്റാണ് അവിടെ. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ അവിടെ അതൊക്കെ ഓപ്പൺ ആക്കും. ഒരുപാട് പേര് വരികയും ചെയ്യും. ഇതിപ്പോൾ ഇപ്പോൾ ഒരു ഏകദേശം 1 മണിയൊക്കെ ആയിട്ടുണ്ടാവും ഈ പാർട്ടൊക്കെ എടുക്കുമ്പോൾ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു പോവാണ്. ഇനി ഇത്രയും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇത് പുറമേ ഉള്ള കാഴ്ചകളാണ് കേട്ടോ. കോട്ടക്കുന്നിൽ ചെന്ന് കഴിഞ്ഞിട്ട് മുകളിൽ നമുക്ക് നടന്ന് കാണാൻ പറ്റിയ, റിലാക്സ് ചെയ്യാൻ പറ്റിയ ഈ ഒരു ഏരിയയിലുള്ള കാഴ്ചകൾ മാത്രമാണിത്. ബാക്കി ഒരുപാട് വേറെ ഉണ്ട്. ഉള്ളിൽ മിറാക്കിൾ ഗാർഡൻ ഉണ്ട്, പിന്നെ നമുക്ക് കയറി കാണാൻ പറ്റിയ വേറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതൊക്കെ മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് കേട്ടോ. ഒത്തിരി ലോങ്ങായി പോവും. ഇതെല്ലാം കൂടെ ഒരുമിച്ചിടുമ്പോൾ
ഭയങ്കര ലെങ്താവും വീഡിയോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് പാർട്ടാക്കി ഇടാമെന്ന് വിചാരിച്ചാണ്. ഓക്കേ, അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.